തിരുവനന്തപുരത്തെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ SCRB ഇൻസ്പെക്ടറുടെ പരാക്രമം. ലോക്കപ്പിൽ നിന്ന് ബന്ധുക്കളായ പ്രതികളെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. പോലീസ് തടഞ്ഞതോടെ CI സെല്ലിന് മുന്നിൽ കിടന്ന് ഭീഷണി മുഴക്കി. ഒടുവിൽ ഇൻസ്പെക്ടർ യഹിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിൻ്റെ വിവരങ്ങളും അനന്തകൃഷ്ണൻ നൽകും. അനന്തൻ, ഇതെന്താണ് ഒരു പോലീസുകാരന് അയാളുടെ ചുമതലയെക്കുറിച്ചും അയാൾ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം വേണ്ടേ? ഇൻസ്പെക്ടർ യഹിയ നേരത്തെയും ഇത്തരം പെരുമാറ്റങ്ങളിലൂടെ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട, അതുപോലെ തന്നെ നടപടികൾ നേരിട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. തിരുവനന്തപുരം ജില്ലയിൽ പല പോലീസ് സ്റ്റേഷനുകളിലും ഇൻസ്പെക്ടറായി ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ സമാനമായ രീതിയിലുള്ള ചില പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആദ്യമായിട്ടല്ല യഹിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പെരുമാറ്റം. ഏതായാലും ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ SCRB ഇൻസ്പെക്ടറായ യഹിയ എത്തുന്നത്. അവിടെ എത്തി ലോക്കപ്പിൽ കിടക്കുന്ന ചില പ്രതികൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്, അവരെ തുറന്നു വിടണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസ് അത് വിസമ്മതിച്ചു. ഉടൻ തന്നെ സ്റ്റേഷനുള്ളിലേക്ക് അതിക്രമിച്ച് കടക്കുകയും സെല്ലിൻ്റെ മുന്നിൽ കിടന്നുകൊണ്ട് ഭീഷണി മുഴക്കുകയൊക്കെയായിരുന്നു. ഉടൻ തന്നെ നെടുമങ്ങാട് പോലീസ് യഹിയെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അത് നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും യഹിയെ പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ റോഡിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ്റെ കരണത്തടിച്ച ഒരു പ്രശ്നമുണ്ടായി. അതിനൊപ്പം തന്നെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നൊരു പരാതി ഉണ്ടായിരുന്നു. അതിനൊപ്പം പിന്നീട് അദ്ദേഹത്തെ ഈ നന്ദാവനം എയർ ക്യാമ്പിലേക്ക് മാറ്റിയപ്പോൾ അവിടെ പോലീസുകാരുമായി അടിപിടി ഉണ്ടാക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരിട്ട ഉദ്യോഗസ്ഥനാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ അവിടെ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നെടുമങ്ങാട് സ്റ്റേഷനിൽ വന്ന് ഈ പരാക്രമമൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്താകുമോ എന്തോ അതിപ്പോൾ വഴിയെ അറിയാം. ദിവിഷ.